ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ യോഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ഇവാഞ്ചലിസത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ജെ ജോൺസനായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ സുവിശേഷ ദാഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ടീം അംഗങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരോടൊപ്പം ആയിരിക്കുന്ന ഒരു അഭിമാനമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ ലോകമെമ്പാടും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ സെക്ഷൻ്റെ പ്രിസ്ക്രിപ്റ്ററായിട്ട് പ്രവർത്തിക്കുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ അഭിഷക്തൻ, അതുപോലെ തന്നെ ഈ സെക്ഷൻ്റെ കൺവീനറായിരിക്കുന്ന പാസ്റ്റർ സാമുവൽ ജോൺസൺ, ഇവിടെ ഈ മൗണ്ട് കാർമേൽ AG ചർച്ച് ഇവിടെയുള്ള ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ, അനുഗ്രഹീത എഴുത്തുകാരനാണ് മുളവന മോഹൻദാസ്, അനുഗ്രഹീതരായിട്ടുള്ള ഗായകർ, വാത്സല്യ സഹോദരി സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ അനിൽ, അദ്ദേഹത്തിൽ ഞാൻ കണ്ടുവന്ന ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലൂടെ വിഭാഗീയ വ്യത്യാസമന്യേ എവിടെങ്കിലും ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ ഒരു പ്രയാസമുണ്ടെങ്കിൽ അടുത്ത് കിടക്കുന്ന നമ്മൾ അറിയുന്നതിന് മുമ്പേ അദ്ദേഹം എങ്ങനെ അറിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, അതറിഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് ഇടും. അന്നേരമാണ് നമ്മൾ പല കാര്യങ്ങൾ തന്നെ അവിടെ ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഇന്ന പ്രയാസമുണ്ടായി എന്നറിഞ്ഞ അത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു വലിയ കൃപയാണ്. മറ്റ് ദൈവദാസന്മാരുടെ ദൈവവചനങ്ങൾ പ്രയോജനമെന്ന് കണ്ടാൽ അദ്ദേഹം അത് ഷെയർ ചെയ്യും. അനേക ആൾക്കാർ അങ്ങനെ കേൾക്കുവാനിടയാകുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ അവർ കുടുംബമായി ഒരു മകനാണുള്ളത് ഓസ്ട്രേലിയയിൽ. അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മളിവിടെ കേൾക്കുകയുണ്ടായി. ദൈവം ഇന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്നു. ഇതൊരു മതപ്രഭാഷണമല്ല, മതപ്പാറ്റ പ്രക്രിയയുമല്ല. ഇത് രണ്ടും യേശു ചെയ്യാത്തൊരു കാര്യമാണ്. യേശു പറഞ്ഞ സുവിശേഷമാണ്, പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് മനം മാറ്റമാണ്. ഞങ്ങളും അത് മാത്രമേ ചെയ്യുവാനായിട്ട് ആഗ്രഹമുള്ളൂ. മനം മാറിയാൽ ചിലപ്പോൾ മതം മാറിയെന്നിരിക്കും, അത് വേറെ കാര്യം. മനം മാറാതെ മതം മാറുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ടീമുമായിട്ടുള്ള പ്രവർത്തനത്തിൽ പാസ്റ്റർ ജെ ജോൺസൺ ഇങ്ങനെ ടീമിൽ ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ്, ഒരു വർഷമായെന്ന് തോന്നുന്നു, ഞങ്ങൾ UP യിൽ നിന്ന് കാശ്മീർ വരെ ഒരു 4000 കിലോമീറ്റർ ഇതുപോലൊരു വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് വരുവാൻ ദൈവമായ കർത്താവിടെയാക്കി. ഞങ്ങൾക്ക് വലിയ ആവേശമാണ് ഇങ്ങനെയുള്ള ടീം പ്രവർത്തനം. അതുകൊണ്ട് ടീം പ്രവർത്തകർക്ക് ആവേശം തരുന്ന ഒരു സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, വണ്ടിയിലുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് ഇത് വാങ്ങിക്കാം. മറ്റു പുസ്തകങ്ങളൊക്കെ ഉണ്ട്, താല്പര്യപ്പെടുന്നവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാമെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. പാസ്റ്റർ എംബോലോസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദേവദാസൻ രാമേശ്വരം എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. ചില നാളുകൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചുപോയി. ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ അതിൻ്റെ സ്ഥാപകനായ ജോർജ് വെർവറിൻ്റെയൊക്കെ സ്നേഹിതനായിരുന്നു പാസ്റ്റർ എംബോലോസ്. കേരളക്കരയിലുള്ള എത്ര പേർക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. വെർവറിൻ്റെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ അദ്ദേഹത്തെ ടിക്കറ്റ് കൊടുത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചത് എനിക്കറിയാം. ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ സ്ഥാപകനായിട്ടുള്ള ജോർജ് വെർവർ. KP യോഹന്നാനൊക്കെ അദ്ദേഹത്തിൻ്റെ സഹ പ്രവർത്തകരോ KP യോഹന്നാൻ്റെ ലീഡറോ ആയിരുന്നു പാസ്റ്റർ എംബോലോസ്. കുവൈറ്റിൽ വെച്ച് അദ്ദേഹം തൻ്റെ രക്തം കൊടുത്ത് ഡുലോസ് കപ്പൽ അവിടെ ലോഗോസ് കപ്പൽ അവിടെ അടുത്തപ്പോൾ കൊടുത്ത് അതിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊജക്ടർ, മൂവിയല്ല, സ്ലൈഡ് പ്രൊജക്ടർ, അത് വെച്ചുകൊണ്ട് ഞങ്ങൾ കൊല്ലം നീണ്ടകര തുടങ്ങി അങ്ങ് കന്യാകുമാരി വരെ, കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരം വരെയുള്ള കടൽ തീരങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം.
അദ്ദേഹവും ടീമും, അദ്ദേഹം എൻ്റെ ലീഡറാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ ഹൈറേഞ്ചിൽ, എൻ്റെ സ്ഥലം ഹൈറേഞ്ചാണല്ലോ, പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സരോജം, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, പിന്നെ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ, ഒരു 10-15 പേരുണ്ട്. ഞങ്ങൾക്ക് വണ്ടികളൊന്നുമില്ല. ബാറ്ററിയും മൈക്ക് സെറ്റും പ്രൊജക്ടറും ഒക്കെ തലച്ചുമലിലാണ്. അപ്പം ഞങ്ങളുടെ തുണികളൊക്കെ കാണും. വലിയ പെട്ടികളൊന്നുമില്ല. പാണ്ടക്കെട്ട് പോലെ കെട്ടിയൊക്കെ പൊതിഞ്ഞാണ് പോകുന്നത് ആ കാലങ്ങളിൽ. സൂട്ട് കേസ് പിടിച്ചുകൊണ്ടൊന്നുമല്ല. അപ്പോൾ ഈ ബസ്സുകാരൊന്നും ഞങ്ങളെ കാണുമ്പോൾ നിർത്തുകയാണ്. കാരണം ഇവർ ഏതോ ആന്ധ്രയിൽ നിന്ന് ആദിവാസികളെ ഒത്തിരി കെട്ടും പാണ്ടുമായിട്ടൊക്കെ ഇങ്ങനെ 10-15 നിൽക്കുകയല്ലേ. അവർ ഡബിൾ ബെല്ലടിച്ച് പോകുന്ന കാലമാണ്. ഇന്നത്തെ പോലെ ബസ്സിനൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു കാലം കൂടെ ആണല്ലോ അന്ന്. ഇന്നത്തെ പോലെ കാറുകളൊന്നും അധികമില്ല. ചില വണ്ടിയിലൊക്കെ കിട്ടും. അപ്പം ബാറ്ററി ചുമക്കുന്ന ജോലി എൻ്റേതായിരുന്നു. ബാറ്ററി ശലം കട്ടിയുള്ള ചുമക്കുന്നുണ്ട്. അത് മല കയറിയൊക്കെ പോകണം. അങ്ങനെ ഒരു സംഭവം പറയാം. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രവർത്തന സമയത്ത് ഈ ഇടുക്കി ഡാമിനടുത്ത് കരിമ്പൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കൊച്ചു ഗ്രാമമാണെന്ന്. അപ്പോൾ അവിടെ അന്ന് ഞങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ പോകും. അതിനടുത്ത് ഈ മുല്ലപ്പെരിയാർ ഡാമിന് താഴെയായിട്ടൊക്കെ ഒരു സ്ഥലത്ത് ഒരു കുടുംബം ഞങ്ങളെ വിളിച്ചു, യോഗത്തിന് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ വലിയ സന്തോഷം തോന്നി. ഒന്ന് കുളിക്കാനും ഒന്ന് കാല് നിവർത്ത് കിടക്കാനും ഒക്കെ കഴിയുമല്ലോ എന്നുള്ള ചിന്തയാണ് ആരെങ്കിലും വീട്ടിൽ വിളിച്ചാൽ ഉണ്ടാകുന്ന ചിന്തകൾ. ഞാൻ തിരുവല്ലയിൽ നിന്ന് ഈ പന്തളം വഴി അങ്ങ് നടന്ന് അടൂര് കൊട്ടാരക്കരൊക്കെ നടന്ന് പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ കവലകളിലൂടെ ഇങ്ങനെ നടന്ന് തിരുവല്ലയിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് ആ മുളക്കട പള്ളിപ്പടി ആയപ്പോഴത്തേക്ക് രാത്രിയായി. പിന്നെ ഒരു മുസ്ലിമിൻ്റെ കടയിൽ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നടന്നു. അടൂര് ഇങ്ങനെ ചെന്നപ്പോഴേ എനിക്ക് പരിചയമുള്ള ഒരു ആളുണ്ടായിരുന്നു. ആരാണെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അപ്പം ഞാൻ സാധാരണ ഉച്ചയാകുമ്പോഴൊന്നും അല്ലെങ്കിൽ വിശക്കുമ്പോൾ പൈസ ഇല്ലാത്തപ്പോഴൊന്നും ഒരു വീട്ടിലും അങ്ങനെ പോകാറില്ല, പരിചയക്കാരുടെ അടുത്തും പോകാറില്ല. പക്ഷെ അവിടെ എനിക്ക് പരിചയമുള്ള ഒരാൾ ഉണ്ടായിരുന്നത് കൊണ്ടും അറേഞ്ചുകാരവിടെ ഉണ്ടായിരുന്നുകൊണ്ടും അവിടുത്തെ ഒരു സുഹൃത്ത് എന്നോടൊപ്പം പഠിച്ചതുകൊണ്ടും ഒക്കെ ഉച്ച സമയത്ത് കയറിയപ്പോൾ പാസ്റ്ററുടെ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എന്ന്. എൻ്റെ ദൈവമേ, ആകപ്പാടെ വിശന്ന് വയറ് കത്തിപ്പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് അതിലൂടെ നടന്ന് കടമ്പനാട്ടി ചെന്നപ്പോൾ ഒരാൾ എന്നെ സ്വീകരിക്കുകയുണ്ടായി. അപ്പം ഇപ്പോഴേ പാസ്റ്റർ എംബോലോസുമായിട്ടുള്ള ആ പ്രവർത്തനകാരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം കരിമ്പനിൽ ഞങ്ങൾ ചെന്നു. അവിടെ ഞങ്ങളെ അന്നും സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞവരെ വീട്ടുകാർ സമ്മതിച്ചില്ല. കാരണം 10-15 പേരില്ലേ. അച്ചായന് ഇഷ്ടമുണ്ടെങ്കിലും ഭാര്യ സമ്മതിച്ചില്ല. പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു അവിടുത്തെ ഭരണം. ഏതായാലും ആ മീറ്റിംഗ് എല്ലാം മുടങ്ങിപ്പോയി. ഞങ്ങൾ പിന്നെ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ വന്നിങ്ങനെ കരിമ്പൻ എന്ന് പറയുന്ന സ്ഥലം വരെ വന്ന് രാത്രി ആയപ്പോഴേ ഉറങ്ങാനൊരു സ്ഥലവും ഇല്ല. അപ്പം കടത്തിണ്ണയിലൊക്കെ കിടന്ന് ഞങ്ങൾക്ക് നല്ല പരിചയമാണ്. പാസ്റ്റർ പൗലോസിന് നല്ല പരിചയമാണ്. അദ്ദേഹം നൽകുന്ന ട്രെയിനിങ്ങും കൂടെയാണ്. അദ്ദേഹം ഞങ്ങളുടെ ലീഡറാണ്. പക്ഷേ മഞ്ഞ് പെയ്യുന്ന സമയമാണ്. കടത്തിണ്ണകൾ എന്നൊക്കെ പറയുമ്പോൾ സിമെന്റ് ഓടിട്ട കെട്ടിടങ്ങളോ അല്ലെങ്കിൽ സിമെന്റ് തറകളോ അന്ന് കരിമ്പനിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം പുല്ലുമേഞ്ഞ കൊച്ചു കൊച്ചു കടകള്, ഈ മൺതറകള് ഒക്കെയുള്ള കൊച്ചു ഹൈറേഞ്ചിലെ ഗ്രാമമാണല്ലോ. അപ്പോൾ ഈ പാസ്റ്റർ എംബോലോസിന്റെ ഭാര്യ സരോജ, അവരുടെ 2 മക്കൾ, ഒരാൾക്ക് 5 വയസ്സുണ്ട്, ഒരാൾക്ക് 3 വയസ്സുണ്ട്. ബിലിഗ്രഹാമും ഇസ്രയേൽ എന്നാണ് പേര്, അവരുടെ കുഞ്ഞുങ്ങളുടെ പേര്. അവരെ ഇങ്ങനെ ഈ മഞ്ഞ് പെയ്യുന്ന ഈ ഹൈറേഞ്ചിലെ തണുപ്പത്ത് ഈ നല്ല വരാതെ പോലും അല്ലല്ലോ, എങ്ങനെ കിടത്തുമെന്നുള്ളൊരു ദുഃഖം ഉണ്ടായിട്ട് ഞാനിങ്ങനെ നടന്നു പോയപ്പോഴേ ഒരു കെട്ടിടം കണ്ടു. ഒരു ബാർബർ ഷോപ്പായിരുന്നു അത്. ഹൈടെക് ബാർബർ ഷോപ്പൊന്നും അല്ല. അതിങ്ങനെ ഈ 4 കമ്പേല്, കാട്ടുകമ്പയിൽ നിർത്തിയിരിക്കുന്നൊരു ബാർബർ ഷോപ്പാണ്. മുള ചതച്ചിട്ട് അതിൻ്റെ അതുകൊണ്ടാണ് അതിന് തൈതലെന്നാണ് പറയുന്നത്. അവിടെ ചെറിയ വല്ലവരും ഉണ്ട് അവിടെ. അതിൻ്റെ എന്തുവാ ഗ്രൗണ്ട് അത് ഇടുന്നതും എൻ്റെ സൈഡും എല്ലാം, ജനലും കഥവൊന്നുമില്ല, ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു കസേര മാത്രമേ ഉള്ളൂ. അപ്പം ബാർബറിൻ്റെ സംഗതികളെല്ലാം എടുത്തുകൊണ്ട് അയാൾ ഒരു പെട്ടി വെച്ച് അയാൾ വീട്ടിൽ പോകും. പിന്നെ ഇത് ആരും മോഷ്ടിക്കാനൊന്നും ഇല്ലല്ലോ, പാടെ ഇത് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഏതായാലും ഒരു ആൾക്കാർക്കൊന്ന് കിടക്കാമല്ലോ.
അപ്പോൾ ഒരു കുറ്റിച്ചൂലുമൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പം ബാർബർ ജോലി ചെയ്ത് ബാക്കിയെല്ലാം അവിടെ കിടക്കുകയാണ്. ഞങ്ങളതെല്ലാം ഒന്ന് തൂത്ത് കൂട്ടി ഈ പാസ്റ്റർ എംപോലൂസിൻ്റെ ഭാര്യ സരോജത്തെയും അവരുടെ 2 മക്കളെയും അവിടെ കിടക്കാം. ഭയങ്കര സന്തോഷം തോന്നി ഞങ്ങൾക്ക്. ഞങ്ങൾ കടവരാന്തയിലേക്ക് പോയി. ആ ചാപ്റ്റർ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ആ സംഭവത്തെ അവസാനിപ്പിക്കാം. ഹൂസ്റ്റണിൽ ജോയൽ ഹോസ്റ്റന് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വാങ്ങിയിട്ട് അവരുടെ ചർച്ച് അവിടെ ഉണ്ടാക്കി. കാരണം അവരുടെ ചർച്ച് അതുപോലെ 10-30,000 പേരായപ്പോൾ എല്ലാവരെയും ഇരുത്താനായിട്ട് അവരൊരു അബാണ്ടൻ ഫുട്ബോൾ ഗ്രൗണ്ട് വാങ്ങി അവിടെ ഒരു വലിയ ചർച്ച് ഉണ്ടാക്കി. 30,000 പേരെ ഇരിക്കാവുന്നൊരു ചർച്ച്. ഇപ്പം നമുക്കൊക്കെയാണ് ഒരു 3 ലക്ഷം പേർക്ക് ഇരിക്കാം. അപ്പോൾ അവരുടെ ആ സിസ്റ്റം നിയമമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ചർച്ചൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്ന സമയമാണ്. അമേരിക്കയിൽ നിന്നുള്ള വലിയ പാസ്റ്റേഴ്സും അവരുടെ ഗവർണറും ടെക്സാസിൻ്റെ ഗവർണറും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ പാസ്റ്റർ എംപോലോസിൻ്റെ മകൻ ബില്ലി ഗ്രഹാം, മൂത്ത മകന്, ഈ കരിമ്പനിലെ ബാർ ഷോപ്പിൽ കിടന്ന ആ പയ്യന് അവർ ടിക്കറ്റ് കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതിൽ പങ്കെടുക്കാനും ഒരു അഭിനന്ദനം അറിയിക്കാനും അവിടെ വിളിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് വിളിച്ചിരുന്നു. ആ പാസ്റ്റർ ജോയൽ ഹോസ്റ്റനൊക്കെ വളരെ ആദരിക്കുന്ന ഒരാളാണ് പാസ്റ്റർ എംപോലൂസും ഡോക്ടർ ബില്ലി ഗ്രഹാമും ഒക്കെ. അതൊന്നും മലയാളികൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബില്ലി ഗ്രഹാം കോട്ടയത്തിൽ വരുന്ന വേളയിൽ ഇവിടെ പരിചയപ്പെടുത്തിയ ഒരാളിൽ ഈ പാസ്റ്റർ എംപോലൂസ് ഉണ്ടായിരുന്നു. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തതാണ്. അത് 75-ലാണെന്നാണ് തോന്നുന്നു, 1975. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവിടെ സംസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു അവിടെ. എന്നെ കണ്ടു, എൻ്റെ അടുക്കൽ ഓടി വന്നിട്ട് ചോദിച്ചു, അങ്കിളെ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ പോക്കറ്റിൽ ഒരു $100 ഒരു നോട്ട് ഇട്ടിട്ട് പറഞ്ഞു, അങ്കിളെ എനിക്ക് ഫ്രാങ്ക്ലിൻ ഗ്രഹാം, ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ മകൻ, ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാം അല്ലെങ്കിൽ ബില്ലി ഗ്രഹാം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുൻപിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റ്മാർ എഴുന്നേക്കുള്ളൂ. അവരുടെ മുമ്പിൽ മാത്രമേ അവർ തലകുനിച്ച് നിൽക്കൂ പ്രാർത്ഥിക്കാനായിട്ട്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, ഫ്രാങ്ക്ലിൻ ഗ്രഹാം നോർത്ത് കരോളിനയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പാസ്റ്റങ്ങളെ, അതുകൊണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരന് പാർക്കിംഗ് ലോട്ടിലേക്ക് നടന്നു പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് കരിമ്പനും ആ ബാർബർ ഷോപ്പും ആ കുറ്റിച്ചൂല് കൊണ്ട് ആ പൈതലിന് ഉറങ്ങാനായിട്ട് വൃത്തിയാക്കുന്നതും ഞാൻ കാണുകയായിരുന്നു. ദൈവം ആർക്കും ഒരിക്കലും കടക്കാരനാകുകയില്ല. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തമായിട്ട്. ഒന്നുകൂടെ കർത്താവിൻ്റെ വേലക്കാരനായിരിക്കുക, കർത്താവിൻ്റെ വേല ചെയ്യുക. അവരുടെ പാദം പോലും മനോഹരം എന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവം ഈ ടീമിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ലോകം കണ്ടിട്ടുള്ള ഡോക്ടർ ബില്ലി ഗ്രഹാം ഉൾപ്പെടെയുള്ള എല്ലാ പ്രഭാഷകരും പരസ്യയോഗത്തിലൂടെയാണ് വളർന്നു വന്നത്. പരസ്യയോഗത്തിൽ പ്രസംഗിക്കാത്ത, അതിനുവേണ്ടി ആഗ്രഹിക്കാത്ത ആരും അധികം പ്രയോജനപ്പെട്ടും കണ്ടിട്ടില്ല. നിശ്ചയമായിട്ടും നമുക്ക് പ്രാദേശികമായിട്ടൊക്കെ ഏതെങ്കിലും ഒരു സഭയിലിരുന്ന് നമ്മുടെ സമയം എൻ്റെ ഭാഷയിൽ കളയാം എന്നുള്ളതല്ലാതെ വലിയ പ്രയോജനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തെരുവീതിയിലേക്ക് ഇറങ്ങണം. അത് വലിയൊരു ഭാഗ്യമാണ്. കഴിഞ്ഞ ദിവസം എനിക്കും പരസ്യത്തിന് പോകാനിടയായി. അന്ന് രാത്രിയിൽ എനിക്ക് മറ്റൊരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ഇടയായതുകൊണ്ട് എനിക്ക് ആദ്യത്തെ പ്രസംഗത്തിലേ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ. വെണ്ണിക്കുളത്ത് അവരെൻ്റെ കൂട്ടുകാർ 10 വരെ പരസ്യവും നടത്തിക്കൊണ്ടേയിരുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒത്തിരി
സമയമെടുക്കുകയിൽ ഒത്തിരി സമയം ഇവിടെ പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ രാവിലെ മുതൽ പ്രസംഗിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ ഞാനിവിടെ വായിക്കാം. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വിഷയം, ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ജനിച്ചതാണ്, യേശുവും ജനിച്ചതാണ്. പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ചക്രവർത്തിമാരും മത നേതാക്കന്മാരും ഫിലോസഫേഴ്സും എല്ലാം ഇവിടെ ജനിച്ചവരാണല്ലോ. അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും സോക്രട്ടീസും അതുപോലെ തന്നെ ശ്രീബുദ്ധൻ തുടങ്ങിയ മതസ്ഥാപകന്മാരൊക്കെ ഇവിടെ ജനിച്ചതാണല്ലോ. എന്നാൽ യേശുവിൻ്റെ ജനനത്തിന് ഒരു വ്യത്യാസമുണ്ട്. ഞാനും നിങ്ങളും ജനിച്ചതുപോലെ അല്ല. പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഈ ഭൂമിയിലേക്ക് വരികയായിരുന്നു. മാരാമൺ കൺവെൻഷന് ഒരിക്കൽ ജെയിംസ് ഇർവിനെ പ്രസംഗിക്കാൻ വന്നു. ജെയിംസ് ഇർവിന് ചന്ദ്രനിൽ ജീപ്പൊടിച്ച മനുഷ്യനാണ്. ചന്ദ്രനിൽ ജീപ്പൊടിച്ച മനുഷ്യനാണ്. നമ്മളൊക്കെ ഇവിടെയാണ് ജീപ്പൊടിച്ചിട്ടുള്ളത്. അപ്പം ചന്ദ്രനിൽ ജീപ്പൊടിച്ച ഒരു മനുഷ്യന്റെ എത്ര വലിയ മനുഷ്യനായിരിക്കും അദ്ദേഹം, അല്ലേ? അപ്പൊ അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ വരുന്നുവെന്ന് കേട്ടപ്പോഴേ ഞാനും ആ മാരാമൺ കൺവെൻഷന് അദ്ദേഹത്തെ കാണാന്, അദ്ദേഹത്തിന്റെ പ്രസംഗമൊന്നും കേൾക്കാൻ, അപ്പോൾ അദ്ദേഹം ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലൊക്കെ അവിടെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പന്തലിൽ പോയിരുന്നപ്പോൾ ഇദ്ദേഹം അവിടെ ആ പ്രസംഗിക്കാനായിട്ട് കയറി. അപ്പൊ അദ്ദേഹം ഒത്തിരി വലിയ കാര്യമൊക്കെ പറയുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാം ഓർക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കിടപ്പുണ്ട്. ഞാനത് മിക്കവാറും പറയും. ആ വലിയ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ഏകദേശം ഇങ്ങനെ, അദ്ദേഹം പറഞ്ഞ പോലൊന്നും എനിക്ക് പറയാനൊക്കെ ഇല്ലെങ്കിലും ഏകദേശം അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. അയാൾ പറയുകയാണ്, ഇറ്റ്സ് നോട്ട് എ മിറക്കിൾ that I could reach the moon. ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം പറയുകയാണ്, but it is a miracle the creator of moon came down to this blue planet. ഞാൻ ചന്ദ്രനിൽ പോയതല്ലേ അത്ഭുതം, ചന്ദ്രന്റെ സൃഷ്ടിതാവ് ഈ ഹരിതപൂർണമായ ഈ ഗോളത്തിലേക്ക് ഇറങ്ങി വന്നതാണ് അത്ഭുതം. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രപഞ്ചത്തിന്റെ നാഥൻ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ് ഇവിടെ ജനിച്ചു എന്നുള്ളതാണ് അത്ഭുതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6 എഴുതിയിരിക്കുന്ന പോലെ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ആധിപത്യം അവന്റെ തോളിലാണ്. അപ്പൊ ഈ കർത്താവ് ശിശു മാത്രമല്ല, നിത്യപിതാവാണ്. അതിനപ്പുറം ഒരു പിതാവില്ല. ഇതൊരു മകൻ മാത്രമല്ല, വീരനാം ദൈവമാണ്. ആ കർത്താവിന്റെ ജനനത്തിൽ, ആ ജനനത്തിന്റെ സന്ദേശം 2 നിലയിൽ അറിയിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. അതിലൊന്ന്, യേശു ബേത്ലഹേമിൽ ജനിക്കുമ്പോൾ മാലാഖമാർ പാട്ടുമായിട്ട് വരികയാണ്. അന്ന് ആട്ടിടയന്മാരെല്ലാം ആടുകളെ മേയിച്ചുകൊണ്ട്, ആടുകളെ കാത്തുകൊണ്ട് വെളിം പ്രദേശത്ത് കിടക്കുകയാണ്. ഞാൻ ബേത്ലഹേമിൽ പോയിട്ടുണ്ട്. ബേത്ലഹേമിലെ കാലാവസ്ഥ എനിക്കറിയാം. തണുപ്പുള്ള കാലത്ത്, മഞ്ഞുള്ള കാലത്ത് ആട്ടിടയന്മാർ ഒന്നും പുറത്ത് കിടക്കുകയല്ല. കാരണം അവർ ചത്തുപോകും. ആടിനെ അങ്ങനെ പുറത്ത് കിടത്തുകയല്ല. അതിനുള്ള മേഖലകളൊക്കെ അവരുണ്ട്. എന്നാൽ നല്ല ചൂടുള്ള സമയത്ത്
ആടും പുറത്തായിരിക്കും, ഏറ്റവും കുറഞ്ഞത് ആട്ടിടയന്മാരും പുറത്തായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അന്ന് ആട്ടിടയന്മാർ ഇങ്ങനെ പുറത്തു കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ യേശു ജനിക്കുന്നത് മഞ്ഞ് പെയ്യാത്ത, കുളിരണിയാത്ത നല്ല ചൂടുള്ള കാലമാണ്. വടക്കേ ഇന്ത്യയിലും അങ്ങനെയാണ്. നല്ല വേനൽക്കാലങ്ങളിലൊക്കെ ആൾക്കാർ പുറത്ത് കട്ടിലുമൊക്കെ പുറത്തിട്ട് കിടക്കുന്ന നമുക്ക് കാണാൻ, ഞങ്ങൾ അങ്ങനെ കിടന്നിട്ടുണ്ട്. ചൂട് സമയത്ത് വീട്ടിനകത്ത് കിടക്കുന്നതിനേക്കാൾ പുറത്ത് കിടക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആട്ടിടയന്മാര് ബേത്ലഹേമിലെ ഈ ചൂടുള്ള സമയത്ത്, മഞ്ഞ് പെയ്യാത്ത ആ സമയത്ത്, നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഈ 70 ആഴ്ച വട്ടത്തെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ കർത്താവ് ആ ബേത്ലഹേമില് ജനിക്കുന്ന സമയത്ത് ഈ ആട്ടിടയന്മാര് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഭയങ്കരമൊരു മിന്നലും ശബ്ദവും ഒരു ഗാനവും, സ്വർഗത്തിലെ മാലാഖമാർ സ്വർഗത്തിന്റെ പ്രതിനിധികളായി വന്നുകൊണ്ട് പാടുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആർക്കാണ് സമാധാനം ലഭിക്കുന്നത്? വിദ്യാഭ്യാസമുള്ളത് കൊണ്ടാണോ? ജോലിയുള്ളത് കൊണ്ട് സമാധാനം ലഭിക്കുമോ? പണമുള്ളത് കൊണ്ട്? അങ്ങനെ ലഭിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ഒരു FDMA അല്ലേ, പത്തനംതിട്ടയില് ആത്മഹത്യ ചെയ്തില്ലേ? അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? ജോലി ഇല്ലാത്തതുകൊണ്ടാണോ? ശമ്പളം ഇല്ലാത്തതുകൊണ്ടാണോ? ഒരു പ്രതിസന്ധിയിൽ ആ സമാധാനം പോകുകയാണ്. എത്രയോ സിനിമാ നടന്മാര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഭരണകർത്താക്കൾ, ഹിറ്റ്ലറിനെ പോലുള്ളവര് ആത്മഹത്യ ചെയ്തില്ലേ? എന്താണ്? അവർക്ക് ഒന്നുമില്ലാതിരുന്നുകൊണ്ടാണോ? ഇപ്പോൾ വലിയ ജ്ഞാനികള്, വിദ്യാസമ്പന്നന്മാര്, കവിമാര് ആത്മഹത്യ ചെയ്തിട്ടില്ലേ? കവിമാര് ഒരു കാലങ്ങളില് കേരളത്തെയൊക്കെ പിടിച്ചു കുലുക്കി ഇന്നും കുലുക്കുന്ന പല കവിതകളും എഴുതിയ, ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആത്മഹത്യ ചെയ്തില്ലേ? എന്താ കാരണം? സമാധാനമില്ല. അപ്പോൾ പണമുള്ളത് കൊണ്ടോ, വിദ്യാഭ്യാസമുള്ളത് കൊണ്ടോ, സൗന്ദര്യമുള്ളത് കൊണ്ടോ, സ്ഥാനമുള്ളത് കൊണ്ടോ ഒന്നും സമാധാനമുണ്ടാകണമെന്നില്ല. സമാധാനം ഏത് സമയവും നഷ്ടപ്പെടാം. ആത്മഹത്യ സംഭവിക്കാം. മാനസിക രോഗികളാകാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാത്തവരാണോ? മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾ ഈ ക്രിസ്മസ് സന്ദേശം കേൾക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഭൂമിയിൽ ദൈവപ്രസാദം ചെയ്യുവാൻ, പ്രസാദിപ്പിക്കുന്ന കാര്യം ചെയ്യാൻ തയ്യാറായെങ്കിൽ ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത സമാധാനം കർത്താവ് നൽകും. കള്ളുഷാപ്പിന് അത് തരാൻ കഴിയുകയില്ല. ക്രിസ്മസ് കാലങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത്. അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നാണ് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്. ക്രിസ്തുദേവന്റെ ജനനം ആഘോഷിക്കേണ്ടത് മദ്യപിച്ചല്ല. അത് ദൈവത്തിന് വെറുപ്പുള്ള കാര്യമാണ്. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യമല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ജോർദാൻ നദിയിൽ സ്നാനപ്പെടുമ്പോൾ എന്താണ് ദൈവം പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് സമാധാനം, ദൈവത്തിന് ലഭിക്കുന്നതാണ് മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. കള്ളം പറയുകയും അനീതിപരമായി പണമുണ്ടാക്കുകയും വ്യഭിചാരം ചെയ്യുകയും കലഹമുണ്ടാക്കുകയും ദൈവം വെറുക്കുന്ന പാപപ്രവർത്തനങ്ങളിൽ ചെയ്യുകയും ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പറ്റിയല്ലോ, എനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ, അത് സംഭവിച്ചല്ലോ, ഇത് സംഭവിച്ചല്ലോ, എനിക്ക് സമാധാനമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലോകം തരുന്ന സമാധാനമെല്ലാം അതേതെങ്കിലും ഒരു അവസരത്തിൽ നഷ്ടപ്പെടും.
ഒരു കുട്ടി ജനിച്ചാൽ മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. പക്ഷെ ആ കുട്ടിക്കൊരു ആപത്തുണ്ടായാൽ ആ സന്തോഷം അപ്പോൾ പോകും. ഒരു ജോലി ലഭിച്ചാൽ സന്തോഷമാണ്. പക്ഷെ ആ ജോലിയിൽ എന്തെങ്കിലും കുരുക്കുണ്ടായാൽ ഉള്ള സന്തോഷം അപ്പോൾ പോകും. പണം ലഭിച്ചാൽ സന്തോഷമാണ്. ആ പണം മുഖാന്തരം മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായി ആ പണം മുഖാന്തരം വേറെ നിലയിലേക്ക് മക്കൾ പോയാൽ സന്തോഷം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ലോകം തരുന്ന എല്ലാ സമാധാനങ്ങളും സന്തോഷമല്ല. വിവാഹം കഴിക്കുന്നു, നല്ലൊരു ഭാര്യയെ കിട്ടുമ്പോൾ സന്തോഷമാണ്. പ്രശ്നമാകുമ്പോൾ ഉള്ള സമാധാനം പോകുകയാണ്. ലോകം തരുന്ന സമാധാനമെല്ലാം നഷ്ടപ്പെടുന്ന സമാധാനമാണ്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. അത് ആർക്കും എടുക്കുവാൻ കഴിയുകയില്ല. അത് രോഗം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും മരണം വരുമ്പോഴും വേദന വരുമ്പോഴും അവഗണന വരുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും എല്ലാ നിന്ദകളും ഉണ്ടാകുമ്പോൾ അവന് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്ന ഒരു സമാധാനമാണ്. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ സമാധാനമായി ജീവിക്കുന്നതിന്റെ കാരണം പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, രോഗമില്ലാഞ്ഞിട്ടല്ല. കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്, ഭവനത്തിലും പ്രശ്നങ്ങളുണ്ട്, സഭയിലും പ്രശ്നങ്ങളുണ്ട്, കൂട്ടായ്മയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ സമാധാനമായിരിക്കുന്നതിന്റെ കാരണം ആർക്കും എടുക്കുവാൻ കഴിയാത്ത സമാധാനം കർത്താവ് നൽകിയിട്ടുള്ളത് കൊണ്ടാണ്. അതാണ് ക്രിസ്മസ് സന്ദേശം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അതുകൊണ്ട് ദൈവിക സമാധാനം വെറുതെ ലഭിക്കുകയില്ല. ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കണം. കായീനും ഹാബേലും ആരാധിച്ചു. പക്ഷേ കായീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. ഒരപ്പന്റെ 2 മക്കൾ ഒരേ ദൈവത്തെ ഒരേ സ്ഥലത്ത് ആരാധിച്ചതാണ്. ഒരുവനിൽ ദൈവം പ്രസാദിച്ചില്ല, അതുകൊണ്ട് അവൻ കോപാകുലനായി. പിന്നീട് അവൻ കൊലപാതകനായി. പിന്നീട് അവൻ സമാധാനമില്ലാത്തവനായി, ഒരു മാനസിക രോഗിയായി ഓടി നടന്നതായിട്ടാണ്, ചുറ്റി നടന്നതായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആരാധിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന കാരണത്താൽ സമാധാനം ലഭിക്കണമെന്നില്ല. ദൈവത്തിന് പ്രസാദമുള്ള ആരാധന, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. ആകയാൽ എന്ത്, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്, വ്യാഖ്യാനമുണ്ട്. എല്ലാം ആത്മീയ വർധനയ്ക്കായി ഉതകി വരട്ടെ. 1 കൊരിന്ത്യർ 14 എഴുതിയിരിക്കുന്ന വചനമാണ്. അപ്പോൾ ആരാധനയിൽ ഉണ്ടാകേണ്ട ഘടകങ്ങളാണിത്. നല്ലൊരു പാരമ്പര്യമുള്ള ക്രൈസ്തവ കുടുംബത്തിലാണ് നിങ്ങൾ ജനിച്ചത്. എനിക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം തന്നെ, നല്ലത് തന്നെ. പക്ഷേ ഒരപ്പന്റെ 2 മക്കൾ ഒരു ദൈവത്തെ ഒരു സ്ഥലത്ത് ഒരു സമയം ആരാധിച്ചിട്ട് ഒരുത്തന് പ്രസാദം ലഭിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമാകുമോ എന്ന് നമ്മൾ നോക്കണം. അപ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7:22 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. അന്നാളിൽ പലരും വന്ന്, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങൾ പുറത്താക്കി, വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് പറയും. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുകയില്ല. ഈ വചനം കൃത്യമായി എന്നോട് ഇടപെട്ട ഒരു സന്ദർഭമുണ്ട്. അത് ഈ മോശ മരിച്ച നെബോ പർവ്വതത്തിന്റെ അടിവാരത്തില് ജോർഡാൻ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരന്, സരസൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ എന്നെ അയാളുടെ ബെൻസ് കാറിൽ അവിടേക്ക് കൊണ്ടുപോയി. അപ്പൊ സാധാരണ എല്ലാവരും ഈ നെബോ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് ഇവിടെ നിന്നാണ് മോശ കണ്ടത്, മരിച്ചതെന്ന് പറഞ്ഞാണ് പോകാറുള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു. അപ്പോൾ അവിടേക്ക് ഈ സരസൻ എന്നെ കൊണ്ടുപോവുകയാണ്. ആ പർവ്വതത്തിന്റെ അടിയിലേക്ക് ഒരു ബെൻസ് കാറിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ ഒരു അറബി അകലെ നിന്ന് അയാളുടെ കയ്യിൽ ഒരു AK-47 ഇല്ലേ, ഒരു അതുപോലൊരു തോക്ക്
മുകളിലേക്ക് അയാൾ ഒന്ന് ഫയർ ചെയ്തു. എന്നിട്ട് അയാൾ ഞങ്ങളെ ആ ഗൺ പോയിന്റിൽ നിർത്തി നേരെ ഞങ്ങളുടെ നേരെ വരികയാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് പേടിയുള്ള ആളാണ്. വണ്ടിയിലിരുന്ന് പട്ടി കുറയ്ക്കുമ്പോൾ ചാടിയിട്ടുണ്ട് ഞാൻ. വണ്ടിയിലിരുന്ന് വണ്ടിയെ വരികയിലെന്നും കടിക്കലെന്ന് പറഞ്ഞാലും പട്ടി കുറയ്ക്കുമ്പോഴത്തെ അറിയാതെ ഇങ്ങനെ ചാടിയിട്ടുണ്ട്. അത്ര ധൈര്യമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ വെടിവെച്ചതും കേട്ടു, ഈ അറിവ് വരുന്നതും കണ്ടെങ്കിലും എനിക്ക് ഒരു ഭയം ഉണ്ടായില്ല. ഭയം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ യേശു പറഞ്ഞ ആ വചനം എൻ്റെ കാതിലിങ്ങനെ മുഴുകുക. അപ്പം ഞാനിങ്ങനെ ഓർക്കുകയാണ്, ദൈവമേ, ഈ കൃപായുഗമാണിത്, മോശയുടെ യുഗമല്ല എങ്കിൽ പോലും മോശയെപ്പോലൊരു സൗമ്യൻ ബൈബിളിലില്ല. ദൈവം തന്നെ പറയുന്നുണ്ട്. എത്ര വിശ്വസ്തനായിരുന്നു മോശ. ദൈവത്തെ മുഖാമുഖമായി കണ്ടയാളല്ലേ മോശ. ദൈവത്തിൻ്റെ പ്രമാണം കേട്ടയാളല്ലേ മോശ. എന്തെല്ലാം അത്ഭുതങ്ങൾ മോശ കാണുകയുണ്ടായി. ദൈവത്തെ ഡയറക്റ്റ് ആയിട്ടില്ലേ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്ന പോലല്ല മോശയോട് സംസാരിച്ചത്, അതിന് അഭിമുഖമായിട്ടാണ്. ഇതാ മിരിയാമിനോടൊക്കെ സംസാരിച്ചത്. മോശയോർക്കെതിരായിട്ട് അഹരോനും മിരിയാമും അനങ്ങിയ ദൈവത്തിന് ഇഷ്ടമായില്ല. മിരിയാം കുഷ്ഠരോഗിയായിപ്പോയി. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന പോലെ അല്ല എൻ്റെ ദാസനോട് സംസാരിക്കുന്നത്, നേരിട്ടാണ്. എന്നിരിക്കെ നിങ്ങൾ അവനെ ആദരിക്കാതിരുന്ന എന്തെന്നൊക്കെ ചോദിക്കുന്ന ദൈവത്തെ നമ്മൾ പുറപ്പാട് ദിവസത്തിൽ വായിക്കുന്നില്ലേ. ആ ദൈവം മോശയോട് പറയുകയാണ്, നീ പ്രസംഗിച്ച കനാൻ നാടുണ്ടല്ലോ, വേണേ ഒന്ന് കണ്ടു, നീ ഇപ്പോൾ അവിടെ പോകണ്ട. യു ആർ നോട്ട് വർത്തി ടു റീച്ച് ദെയർ. ചെട്ടിപ്പോയി. എന്നിട്ട് ദൈവം പറയുകയാണ്, അതിൻ്റെ ഒരു ഭാവനയാണ്, ദൈവം പറയുകയാണ്, ഈജിപ്തിൽ അടിമകളായി കിടന്ന ജനത്തോട് നീ പ്രസംഗിച്ചൊരു രാജ്യമുണ്ടല്ലോ, അവര് പോട്ടെ, നീ പോണ്ട. ഈ വചനം എന്നിൽ മുഴങ്ങാണ്. കൃപായുഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ പ്രസംഗിക്കുന്നതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാനൊക്കെയല്ല. എൻ്റെ ശുശ്രൂഷ ദൈവത്തിന് പ്രസാദമാകണം. അല്ലെങ്കിൽ മോശയോട് പോലും പറഞ്ഞ ദൈവം, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നൊക്കെ കന്യകമാരോട് കർത്താവ് പറഞ്ഞില്ലേ. ഇതാഴമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആർക്കാണ് സമാധാനം? മരിക്കുമ്പോഴ്, ജീവിക്കുമ്പോഴ്, ശുശ്രൂഷ തലത്തിലാണെങ്കിൽ പോലും ആ ദൈവത്തിന് പ്രസാദമായ നിലയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതും വളരെ ആഴമായിട്ട് നമുക്ക് ആരാധിക്കാൻ കഴിയും, നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, നമുക്കൊരു വിശ്വാസിയായിരിക്കാൻ കഴിയും. പക്ഷെ എപ്പോഴും നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട്, ഇത് ഞാൻ ദൈവപ്രസാദ പ്രകാരമാണോ പ്രാർത്ഥിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ആരാധിക്കുന്നത്, കൊടുക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും, ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ എൻ്റെ കുറവുകളേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഒന്ന്. രണ്ടാമത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണമെന്നില്ല, ഞാൻ എന്തോ നിങ്ങളോടങ്ങ് ഹൃദയം തുറക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ ടീം അംഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങ് പറയുകയാണ്. ഞാൻ ഈ വിഷയമൊന്നും അല്ല പറയാൻ വന്നതല്ല, വേറെ കാര്യങ്ങൾ പറയാനാണ് ചിന്തിച്ച് വന്നത്. അപ്പം എല്ലാ ദിവസവും ഞാൻ പറയും, കർത്താവേ നാളെ, ഇപ്പം ഞാൻ 50 വർഷമായി കർത്താവിൻ്റെ വേലയിലാണ്. അപ്പോൾ നാളെ ഞാൻ ആരാകുമെന്ന് എനിക്കറിയത്തില്ലോ. നാളെ എൻ്റെ വിശ്വാസം എന്താകുമെന്ന് എനിക്കറിയാം. നാളെ വരെ, അവസാനം വരെ വിശ്വസനായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ആകണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ എത്രയോ പേരെ നമുക്കറിയാം ഇല്ലേ? അവസാന നിമിഷം ഒരു ഓട്ടത്തിൽ 100 മീറ്റർ ഓട്ടമോ അല്ലെങ്കിൽ ഒരു മാരത്തോൺ ഓട്ടോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഓട്ടത്തിൽ ആരംഭം നല്ലതാണെങ്കിലും ലാസ്റ്റ് പോയിന്റാണ് ആ 1 മീറ്ററോ 1 ഇഞ്ചോ ഒക്കെയാണ് അതിൻ്റെ വിജയം കൊണ്ടുവരുന്നത്. ഒരടിയൊക്കെയാണ് അതിൻ്റെ വിജയം കൊണ്ടുവരുന്നത്. 1 ഇഞ്ചിലെ പരാജയം അല്ലെങ്കിൽ 1 മീറ്ററിലെ പരാജയമാണ് പരാജയമായിരുന്നു. ആ ഓട്ടമാണ്, ആ ഫിനിഷിംഗ് പോയിന്റാണ് അവിടെ പ്രധാനമായ കാര്യം.
അത്രയും ഓടിയതല്ല. അത്രയും ഓടി ആ 1 ഇഞ്ചിന് മുൻപ് അങ്ങ് വീണു പോയാൽ പുറകെ പോകുന്നവൻ നടന്നു കയറിയാലും അവനായിരിക്കും ജയിക്കുന്നത്. അപ്പൊ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ ഞാൻ മുഖാന്തരം നിന്റെ നാമം ദുഷിക്കപ്പെടുകയോ നിന്റെ വഴി വിടുകയോ ഞാൻ മുഖാന്തരം സംഭവിക്കുമെങ്കിൽ നാളത്തെ പ്രഭാതം കാണാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അല്ലാതെ രാത്രി പിശാചൊന്നും തൊടാതെ സൂക്ഷിച്ച് നാളെയും കുറെ കൂടെ ഒക്കെ അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. നാളത്തെ പ്രഭാതം കാണാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം നിത്യതയെക്കുറിച്ച് ഞാൻ പഠിച്ചുപോയി, യഥാർത്ഥ സമാധാനത്തെക്കുറിച്ചും ഞാൻ പഠിച്ചുപോയി. യേശുവിനെ സ്വീകരിച്ച എത്രയോ പേർ സമാധാനമില്ലാതെ ജീവിക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങിയ ചിലർ പോലും ആത്മഹത്യ ചെയ്ത് എനിക്കറിയാം. എന്നോടൊപ്പം പഠിച്ച വടക്കേ ഇന്ത്യയിൽ പഠിച്ചൊരു ചെറുപ്പക്കാരൻ തീഹാറിൽ ജയിലിൽ പോയത് എനിക്കറിയാം, കൊലപാതകം ചെയ്തതിനു ശേഷം. എന്നോടൊപ്പം കേരളത്തിൽ പഠിച്ചൊരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്നു. അവനും ഒരു കൊലപാതകനായി പഠനത്തിന് ശേഷം. ഞാൻ അഹങ്കരിക്കേണ്ട, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. വീണവരെ കുറിച്ചൊന്നും അഹങ്കരിക്കേണ്ട. നമുക്കും ഇതൊക്കെ നാളെ സംഭവിക്കാം. പക്ഷെ ഈ ഒരാഗ്രഹം വേണം, നിത്യതയാണ് വലുത്. അതിന് ദൈവപ്രസാദം വളരെ പ്രധാനമാണ്. അത് പ്രധാനപ്പെട്ട ഒരു ക്രിസ്മസ് സന്ദേശമാണത്. അതിന്റെ ആഴം മനസ്സിലാകണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. നമ്മുടെ എല്ലാ വിശ്വാസത്തിന്റെയും ശുശ്രൂഷയുടെയും അൾട്ടിമേറ്റ് എയിം നമ്മുടെ മഹത്വമാകരുത്, മനുഷ്യരുടെ ആരുടെയും മഹത്വമാകരുത്, കർത്താവിന്റെ മഹത്വം മാത്രമായിരിക്കണം. നമ്മൾ താഴ്മയെക്കുറിച്ചുള്ള ഭയങ്കരമായ ഡെഫിനിഷൻ ഉണ്ട്. കർത്താവെ, ഞാൻ എന്നെ തന്നെ പൊടിയോളം താഴ്ത്തുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പൊടിയല്ലെന്നാ. അതുകൊണ്ടാണല്ലോ പൊടിയോളം താഴ്ത്തുന്നുണ്ടെന്ന്. ചിന്തിച്ചിട്ടുണ്ടോ? പൊടിയല്ലെന്നാണ്. അത് തന്നെ ഒരു അഹങ്കാരമാണ്. ഞാൻ പൊടിയാണെന്ന് പറഞ്ഞാൽ സംഭവം ശരിയായി. യേശു പറഞ്ഞില്ലേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. എന്താ അതിന്റെ അർത്ഥം? പാടാതെ പ്രാർത്ഥിക്കാതെ ഉണങ്ങിക്കരിഞ്ഞ് ദരിദ്രരായിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആത്മാവിൽ സമ്പന്നന് മാത്രമേ ദരിദ്രനാകൂ, കഴിയൂ. എ പൂവർ is already poor. How can be a poor? അവൻ poor ആണല്ലോ. ദരിദ്രനായിരിക്കുമ്പോ പിന്നെ അവൻ എങ്ങനെയാ ദരിദ്രനാകാൻ നോക്കുന്ന? Only a rich can be poor. എന്ന് പറഞ്ഞാൽ ദാനിയേലിനെ പോലെ മന്ത്രവാദികൾക്കൊന്നും കഴിയാതെ ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടിയപ്പോൾ താൻ വാസ്തവത്തിൽ പറയേണ്ട ഇങ്ങനെയാണ്, രാജാവേ, ഇവന്മാരെ പോലൊന്നും അല്ല ഞാൻ. എനിക്ക് ദൈവം പ്രത്യേക കൃപ തന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തിന്റെ ഭക്തനാണ്. എന്നോട് ദൈവം സംസാരിക്കാറുണ്ട്. ഇവരൊക്കെ ചുമ്മാ നടക്കുകയല്ലേ വെട്ടിയെടുത്തോണ്ട് എന്ന് പറഞ്ഞാൽ സത്യമല്ലേ? എന്നാൽ ദാനിയേൽ അവിടെ പറഞ്ഞത് എന്നാന്നറിയോ? അവർ മന്ത്രവാദികളാണെങ്കിൽ പോലും പറഞ്ഞ്, ഇവരെക്കാളൊന്നും രാജാവേ എനിക്ക് കഴിവില്ല, പക്ഷേ കഴിവുള്ളൊരു ദൈവം എനിക്കിത് വെളിപ്പെടുത്തി. ആത്മാവിന്റെ സമ്പന്നതയിൽ നിന്നുകൊണ്ട് അയാൾ ദരിദ്രനായി തീരുകയാണ്. മഹത്വം മനുഷ്യന് പോകരുത്, പോയാൽ പരാജയമാകും. അതെപ്പോഴും നമ്മൾ ഓർക്കണം. ഞാൻ എൻ്റെ പ്രസംഗം എല്ലാം കഴിഞ്ഞൊന്ന് പോയിട്ട് ഒന്ന് അനലൈസ് ചെയ്യും. ഇതിനകത്ത് എത്രമാത്രം ഞാൻ ഉയർന്നു, എന്തെല്ലാം പണി അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ചില സ്ഥലത്തൊക്കെ അല്പം ഉയരുകയും ചെയ്യാറുണ്ട്. അത് പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കാരണം ശ്രോതാക്കൾ വലിയ മുഴുത്തതാണെന്ന് ഓർത്തിരുന്ന നമ്മുടെ പ്രസംഗം കേൾക്കുകയല്ല.
അപ്പൊ അവിടെ നമ്മൾ ശരം പൊങ്ങിയൊക്കെ നിൽക്കും. പക്ഷെ അത് പ്രസംഗത്തിന്റെ അതൊരു സൈഡാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെന്ന് വീട്ടിൽ ചെന്ന് ഓർക്കും, ദൈവമേ ഇന്നത് പറയണ്ടായിരുന്നു, ശാലം അത് കൂടിപ്പോയി കർത്താവേ, അത് കയറി പറഞ്ഞതൊന്നും ആവശ്യമില്ലാതെ കയറി പറഞ്ഞ കാര്യങ്ങളാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പറയാറുണ്ട്. മഹത്വം ദൈവത്തിനായിരിക്കണം എല്ലാ കാര്യങ്ങളിലും. അത് സ്വയം നമ്മൾ ഒന്ന് ശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാകും മഹത്വം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ ക്രിസ്മസ് സന്ദേശങ്ങളിലെ പ്രധാനമായ കാര്യം ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ദൈവത്തിന് മഹത്വം ഉണ്ടായില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. 2, നമുക്ക് സമാധാനം ഉണ്ടാകണം. നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതാണ് ദൂതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് ഈ ദൂതന്മാർ ഈ പാട്ടെല്ലാം കഴിഞ്ഞ് ഈ കരോത്സംഗം പോയി കഴിഞ്ഞപ്പോൾ, സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ദൂതന്മാർ പോയി യേശുവിനെ കാണുകയാണ്. യേശുവിനെ കാണുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് ആ ദൂതന്മാര് പോയി കാണുന്ന രംഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ അവിടെ ഇരിക്കുമ്പോൾ, ആരാണ് അവർ എന്ന് പറയുന്നത്? യോസഫും മറിയയും. അവരിപ്പോൾ നസ്രത്തിൽ നിന്ന് അവിടെ വന്നിരിക്കുകയാണ്. അവര് അവിടെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബേത്ലഹേമിൽ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ആദ്യജാതനാണ്. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊഴുത്തിൽ കിടത്തി. യേശു കർത്താവ് പശുത്തൊഴുത്തിലല്ല ജനിച്ചത്. പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ ഈ പ്രാവശ്യം നിങ്ങൾ ഒത്തിരി കേൾക്കും. അതൊക്കെ ഈ പാരമ്പര്യം ഒരു കുഴപ്പമാണ്. ഈ പാരമ്പര്യം നമ്മൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വായന ഒന്നും മനസ്സിലാക്കുകയില്ല. നമ്മളതിങ്ങനെ വായിച്ചു പോകും. ഞങ്ങൾക്കൊന്നും പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ടാകും ഞങ്ങൾ ഈ അക്ഷരങ്ങളിലൂടെ പോകും. ഇപ്പൊ യേശു ജനിച്ചത് ഈ കാലിത്തൊഴുത്തിലല്ല. യേശു ജനിച്ചതിന് ശേഷമാണ് കാലിത്തൊഴുത്തിൽ കിടത്തിയത്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊഴുത്തിൽ കിടത്തി. യേശുവിന്റെ ആ ജനന സ്ഥലം വ്യക്തമാക്കിയിട്ടില്ല. ഞങ്ങൾ ബേത്ലഹേമിൽ ചെന്നപ്പോൾ അവിടെ 2 സ്ഥലങ്ങൾ ഞങ്ങളെ കാണിക്കുകയുണ്ടായി. 2 സ്ഥലത്തും ആൾക്കാർ വരുന്നുണ്ട്. ഒരു പള്ളിയുണ്ട്, അവിടെ ഒരു നക്ഷത്രത്തിന്റെ ചിഹ്നവും ഒക്കെ ഉണ്ട്, അവിടെ ആൾക്കാർ വരുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറേ ഒരു ഗുഹ പോലെ ഒരു പശുത്തൊഴുത്തായിരുന്നു പറയുന്നു, അവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഒത്തിരി സ്ഥലം അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ബൈബിളില് യേശു ബേത്ലഹേമിൽ എഫ്രാത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് ഓർപ്പിക്കാം. അവിടെ ജനിച്ചു എന്നേ ഉള്ളൂ. ആ ജനനത്തിന് ശേഷമാണ് വഴിയമ്പലക്കാരനോട് സ്ഥലം ചോദിക്കുന്നത്. അന്നേരമാണ് ആവശ്യം വന്നത്, അല്ലാതെ അവർക്ക് അവിടെ ഇരിക്കാമായിരുന്നു. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെയും അമ്മയും കിടത്താൻ ഒരു സ്ഥലം അത്യാവശ്യമായി വന്നു. അതുകൊണ്ട് വഴിയമ്പലക്കാരനോട് സ്ഥലം ചോദിച്ചു. അയാൾ അനുവദിച്ചില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പശുത്തൊഴുത്തിൽ യേശു കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തുകയാണ്. ആ തൊഴുത്തിന്റെ ഒരു ഭാഗ്യമേ, ആ വഴിയമ്പലക്കാരന്റെ കഷ്ടതയെ അവൻ അറിഞ്ഞോ ഈ വന്നത് ആരാണെന്ന്. അവൻ ഇന്നും ദുഃഖം ഉണ്ടായിരിക്കില്ലേ ജീവിച്ചിരുന്നെങ്കിൽ. അവന്റെ വഴിയമ്പലം, അവന്റെ ലോഡ്ജ് ആരേലും അറിയുന്നുണ്ടോ? ആരേലും ആദരിക്കുന്നുണ്ടോ? എന്നാൽ ആ പശുത്തൊഴുത്ത് നമ്മുടെ ആൾക്കാർ വരെ ഉണ്ടാക്കിയല്ലേ അല്ലേ? അതുണ്ടാക്കി അതിന്റെ പ്രശ്നവും പാലക്കാട് നടക്കുന്നുണ്ടല്ലേ ഇല്ലേ? അതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയും ചെന്നെന്ത് ചെയ്യുന്നുണ്ട്, ആ പുൽക്കൂട്ടിൽ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം ചെല്ലുന്നുണ്ടല്ലേ. അതിന്റെ കഥ എന്തുമായിക്കൊള്ളട്ടെ, എങ്കിലും ആ പുൽത്തൊഴുത്തിന്റെ ഒരു ഭാഗ്യമേ. ഏതേലും കാലിത്തൊഴുത്തിന് ഈ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? പ്രിയ സ്നേഹിത, ഞാനൊരു കാര്യം പറയാം. യേശു കർത്താവിന് നിന്റെ ഹൃദയം കൊടുക്കാതെ നിനക്ക് പോകാൻ കഴിയും.
എന്നാൽ യേശുവിന് വേണ്ടി ആ പശുത്തൊഴുത്ത് പോലെ നിന്റെ ഹൃദയ കവാടം തുറന്നാൽ നീ മരിച്ചാലും ആദരിക്കപ്പെടുന്ന ഒരു ചരിത്രം ദൈവം ഉണ്ടാക്കി വെക്കും. ആ കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നവർ, യേശുവിന് വേണ്ടി ഭവനം കൊടുക്കുന്നവർ, യേശുവിന് വേണ്ടി അവരുടെ വീടിന്റെ മുറ്റം പ്രസംഗിക്കുവാൻ കൊടുക്കുന്നവർ, യേശുവിന് വേണ്ടി പടവ് വിട്ടുകൊടുത്ത ആ പത്രോസ്, അവരുടെയൊക്കെ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത, അത് കാലിത്തൊഴുത്താണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ യേശുവിനെ അംഗീകരിക്കുന്നതിനെയൊക്കെ കാലങ്ങൾ കടന്നാലും കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. നീ യേശുവിന് വേണ്ടി പാടുന്നെങ്കിൽ, നീ യേശുവിന് വേണ്ടി പ്രസംഗിക്കുന്നെങ്കിൽ, നീ യേശുവിന് വേണ്ടി ആരാധിക്കുന്നെങ്കിൽ, ആരാധനയ്ക്ക് വേണ്ടി നിന്റെ ഭവനം വിട്ടുകൊടുക്കുന്നെങ്കിൽ, നിന്റെ വാഹനം വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുകയാണ്, നീ മരിച്ചു പോയാലും നിന്നെ ഓർക്കത്തക്ക നിലയിൽ ചരിത്രത്തെ ശേഷിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുൽത്തുരുത്തിന്റെ ഭാഗ്യം. അവിടെ അവർ ആരാധിച്ച് കടന്നുപോയി. പക്ഷെ ഇതേ സമയത്ത് കർത്താവ് വിദ്വാൻമാർക്ക് കൺവേ ചെയ്യുന്നൊരു കാര്യമാണ്. ഇവര് ആസ്ട്രോളജിസ്റ്റ് ആണോ ആസ്ട്രോണമിസ്റ്റ് ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആസ്ട്രോളജിസ്റ്റ് ആകാനാണ് കൂടുതൽ കാരണം ആസ്ട്രോണമി ഇന്നത്തെ പോലെ ആ കാലഘട്ടങ്ങളിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആസ്ട്രോളജിയും ആസ്ട്രോണമിയും ഒക്കെ ഒന്നിച്ചു കൂടിക്കിടക്കുന്ന ഒരു കാലഘട്ടമാണത്. അപ്പം ഞാനൊന്നുകൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2:1 മുതൽ. ഹെരോദാ രാജാവിൻ്റെ കാലത്ത് യേശു ബേത്ലഹേമിൽ ജനിച്ചു. ഈ കൃഷ്ണനും ക്രിസ്തുവും ജനിച്ചില്ല എന്ന ഇടമറക ഒരു പുസ്തകം ഇറക്കി. ആ കാലങ്ങളിലാണ് ഞങ്ങളുടെ കൃഷ്ണൻ കണ്ടെത്തി ക്രിസ്തു എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയത്. അപ്പം യേശു ജനിച്ചില്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു ക്രിസ്ത്യാനി തയ്യാറായി അതിൻ്റെ ഒരു പുസ്തകം എഴുതി. അപ്പം ഇപ്പോൾ ആ പുസ്തകം ഇങ്ങനെ ഓഡിയോ ഇല്ലായിട്ട് ഇപ്പോഴവർ യുക്തിവാദികളൊക്കെ ഇപ്പോഴും ഇറക്കുന്നുണ്ട്. ഞാൻ അടുത്ത സമയത്ത് അല്പം കേൾക്കുന്നത് എനിക്ക് ഈ ക്ഷീണം വരുന്ന സമയത്തും മുഷിഞ്ഞിരിക്കുന്ന സമയത്തും ഒന്നും ചെയ്യാൻ തോന്നാത്ത സമയങ്ങളിലും ഞാൻ ഈ ബൈബിളിനെതിരായിട്ടും യേശുവിനെതിരായിട്ടും ഒക്കെ പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം കേൾക്കും. ഒന്ന് ചിരിക്കാൻ വേണ്ടിയാണ്. 2, ദൈവമേ ഇവരെ പോലുള്ള ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ഈ ശിശുവായി എനിക്ക് വെളിപ്പെടുത്തി തന്നല്ലോ എന്ന് പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്യാനും ഒരു ഉണർവിന് വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത്. അതെനിക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ആ ക്ഷീണമൊക്കെ മാറി പിന്നെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് ഉത്സാഹം അന്നേരം വരും. അപ്പോൾ എനിക്ക് ക്ഷീണം വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഒരു രവീന്ദ്രൻ സാറൊക്കെ ഉണ്ട് ഇതിനൊക്കെ എതിരായിട്ട് അങ്ങ് പ്രസംഗം. പുള്ളിയുടെ ഒക്കെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ എനിക്ക് യേശുവിനോടുള്ള വിശ്വാസം അങ്ങ് വർദ്ധിച്ച് പിന്നെ ബൈബിൾ വായിക്കാനുള്ള താല്പര്യം അങ്ങ് കൂടും. കാരണം എൻ്റെ ക്രിസ്ത്യ വിശ്വാസം ആഴമായ പഠനങ്ങളിലൂടെ വന്നതാണ്. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത്. അന്ന് എനിക്ക് സാമാന്യം ആരോഗ്യമുണ്ട്, ഒരു രോഗം തന്നെ എനിക്കുണ്ടായിരുന്നില്ല. ധനികരൊന്നും ഞങ്ങൾ ആയിരുന്നില്ല, ദരിദ്രരായിരുന്നു. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിക്കാനുള്ള മാർഗം എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ മതത്തിലും പ്രശ്നമുണ്ടായിരുന്നില്ല, എൻ്റെ നാട്ടിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. സമാധാനക്കേടും ഇല്ലായിരുന്നു. അന്ന് 19 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള അറിവാണ് എന്നെ യേശുവിലേക്ക് കൊണ്ടുവന്നത്. പിന്നെയുള്ള പഠനമാണ് ആ യേശുവിൽ എന്നെ ഉറപ്പിക്കാനിടയായത്. അതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങളുടെ പോക്കുകളോ ഉയർച്ചയോ താഴ്ചയോ ഒന്നും എൻ്റെ ആത്മീയ ജീവിതത്തെ ബാധിച്ചിട്ടില്ല. ഈ 50 വർഷത്തിനുള്ളിൽ അടിച്ചവരുണ്ട്, കാർക്കിച്ച് തുപ്പിയവരുണ്ട്, പച്ചവെള്ളവും കുടിച്ച് വയറ് നിറച്ച് നടന്ന സന്ദർഭങ്ങളുണ്ട്, നുണ പറഞ്ഞവരുണ്ട്, എഴുതിയവരുണ്ട്, അങ്ങനെ ഒത്തിരി ദ്രോഹം ചെയ്തവരുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും യേശുവിനെ സ്വീകരിച്ചത് അബദ്ധമായി പോയെന്ന് തോന്നിയിട്ടില്ല. ഒരിക്കൽ പോലും കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങിയത് മണ്ടത്തരമായി തോന്നിയില്ല. പക്ഷെ എന്നും തോന്നുന്നൊരു കാര്യം, എൻ്റെ 19 വർഷം നഷ്ടപ്പെട്ടല്ലോ, കുറെ കൂടെ നേരത്തെ യേശുവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ,
കുറെ കൂടെ നേരത്തെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയണം, പഠിക്കേണ്ടതുപോലെ പഠിക്കണം, സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കണം. എൻ്റെ പ്രിയ സ്നേഹിത, ഇടമുറി ഉൾപ്പെടെ യേശുവിൻ്റെ ജനത്തെക്കുറിച്ച് അറിയാൻ വേറെ ഒത്തിരി സ്ഥലത്തൊന്നും പോണ്ട. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റേഷൻ കാർഡിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡിലും പാൻ കാർഡിലും ആധാരത്തിലും ഒക്കെ എൻ്റെ യേശുവിനെ എനിക്ക് കാണിക്കാൻ കഴിയും. സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡിലും നിങ്ങളുടെ ആധാർ കാർഡിലും നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും നിങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റിലും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ വീട് മേടിച്ചു, സ്ഥലം മേടിച്ചു, എന്ത് പരിപാടിയും ചെയ്തോട്ടെ, അത് എന്ന് മേടിച്ചു, അല്ലെങ്കിൽ എന്ന് ജനിച്ചു, ഏത് വർഷം ജനിച്ചു, അതിന് മാസവും വർഷവും. ഉദാഹരണമായിട്ട് നിങ്ങൾ ഇപ്പം അനിൽ സാറ് ഈ സ്ഥലം മേടിച്ചിരിക്കുകയാണ്, അതിൻ്റെ ആധാരത്തിനകത്ത് ഡേറ്റും മാസവും ഇല്ലെങ്കിൽ അതിന് വല്ല വിലയുണ്ടോ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ വല്ല വിലയുണ്ടോ? എന്താണ് ആ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത്? നിങ്ങൾ ഹിന്ദു ആയിക്കൊള്ളട്ടെ, മുസ്ലിം ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, നിരീശ്വരനായിക്കൊള്ളട്ടെ, യേശു ജനിച്ചില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇടമറുക ഒരു പുസ്തകം എഴുതിയല്ലോ, കൃഷ്ണനും ക്രിസ്തുവും ജനിച്ചില്ലെന്ന്. ആ പുസ്തകം പ്രിന്റ് ചെയ്ത ഒരു ഡേറ്റ് അതിനകത്തില്ലേ? ഇല്ലേ ഇടമറുകെ? വി എ തോമസ് സാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. പുള്ളി പറഞ്ഞു പുള്ളിയുടെ ആ മറുക് പോലും കാണാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. നമ്മുടെ എല്ലാ മറുകും നമ്മുടെ കണ്ണുകൊണ്ട് കാണാനൊക്കെ പോകും ഇല്ലേ? അപ്പൊ ഈ കഴുത്തിലൊക്കെ ആണെങ്കിൽ അത് വല്ല കണ്ണാടി വെച്ചല്ലേ കാണാനൊക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ഹിന്ദു ആയിട്ട്, മുസ്ലിം ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, നിരീശ്വരനായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, യേശുവിനെ ഞാനിവിടെ കാണിക്കാം. നിങ്ങളുടെ വീടിന് ഒരു കരമടച്ച അവിടെ ഒരു നമ്പർ കാണുകയല്ലേ? ഇല്ലേ? നിങ്ങൾ കരമടച്ച രസീതില്ലേ? അതിനകത്ത് ഒരു ഡേറ്റ് ഇല്ലേ? എല്ലാത്തിനും ഒരു ഡേറ്റ് ഇല്ലേ? 10/6/74, 10/6/2024 എന്തേലുമൊക്കെ ഇല്ലേ? അതില്ലാതെ വല്ലതും നടക്കുവോ? എന്തേലും നടക്കുവോ? ശമ്പളം മേടിക്കണമെങ്കിൽ, പെൻഷൻ മേടിക്കണമെങ്കിൽ, ആധാർ കാർഡ് എടുക്കണമെങ്കിൽ എന്തേലും പരിപാടി നടക്കുവോ? എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് 2014 എന്ന് പറഞ്ഞാൽ? യേശു ജനിച്ചതിന് ശേഷം 2024 എന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ ബർത്ത്ഡേ ഇതാണെന്നിരിക്കട്ടെ, എന്തുവാ, ഒരു ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ അങ്ങ് ഓർക്കുക. 10/6/2001 ഇതാണ് നിങ്ങളുടെ ബർത്ത്ഡേ എങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? യേശു കർത്താവ് ജനിച്ച് 2001 വർഷം കഴിഞ്ഞ്, ഇത്ര മാസം കഴിഞ്ഞ്, ഇത്ര ദിവസം കഴിഞ്ഞ് നീ ജനിച്ചു എന്നുള്ള എൻ്റെ അർത്ഥം. യേശു കർത്താവിനെ മാറ്റുവാൻ ലോകത്തിലെ ഒരു വ്യക്തിക്കും കഴിയുകയില്ല. നമ്മുടെ കരമടിച്ച് സ്വന്തം ചെയ്താട്ടെ. അവൻ ജനിച്ചു എന്നുള്ള സത്യം, ഏറ്റവും പ്രധാനമായ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുക എന്നുള്ളതാണ്. ഹെരോദാവിന്റെ കാലത്ത് യേശു ബേത്ലഹേമിൽ ജനിച്ചു. കിഴക്കുന്ന വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി. എന്നിട്ട് അവർ പറയുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ജ്ഞാനികൾക്ക് ദൈവം ഒരു നക്ഷത്രമാണ് കാണിച്ചത്, ഒരു സൈലന്റ് നക്ഷത്രം. അതേ കാര്യം കർത്താവ് ആട്ടിടയന്മാർക്ക് വലിയ ലൈറ്റനിങ്, കളർഫുൾ ആയിട്ടുള്ള ലൈറ്റും പാട്ടും കൊട്ടുമൊക്കെ ആയിട്ടാണ്. ഒരേ കാര്യമാണ്. അതെന്താ അങ്ങനെ? ഈ വിദ്വാൻമാര് ഈ ലൈറ്റിന്റെ ഫോട്ടോണുകളെ കുറിച്ചും അതിൻ്റെ തരംഗങ്ങളെ കുറിച്ചും ഒക്കെ പഠിച്ചവരാണ്. അത് റെറ്റീനയിൽ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം. അതുപോലെ ശബ്ദം, ആ ശബ്ദത്തിന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവർ വളരെ കൊയത്തായിരിക്കുന്ന പുള്ളികളാണ്. അവരുടെ അടുക്കലോട്ട് ഈ മിന്നലും ചാട്ടവും വന്നാൽ അവർ ഓടിപ്പോവും.
എന്നാൽ ആട്ടിടയന്മാർക്ക് ഈ നക്ഷത്രം കണ്ടാൽ ഒന്നും മനസ്സിലാകില്ല. അല്ലെങ്കിൽ നേരം വെളുത്തില്ല, സ്ഥലം കൂടെ ഉറങ്ങാനുണ്ടെന്ന് പറഞ്ഞ് അവൻ കിടന്നുറങ്ങും. അവനൊന്നും മനസ്സിലാകില്ല. അത്ഭുതപ്പെടുത്തുന്നൊരു വിഷയം, രണ്ടു കൂട്ടരെയും അവന്റെ തലങ്ങളിൽ നിന്ന് അറിയിക്കുന്ന ദൈവത്തിന്റെ സന്ദേശത്തിന്റെ ജ്ഞാനം. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ദൈവിക ജ്ഞാനമാണ് സുവിശേഷം പറയുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. അതില്ലാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണവും. പക്ഷെ ഓരോ വ്യക്തികളുടെയും തലത്തിൽ നിന്നുകൊണ്ട് ഒരേ വാർത്ത കൺവേ ചെയ്യുകയാണ്. പക്ഷെ ഇവർക്ക് 2 വർഷം എടുക്കേണ്ടി വന്നു ബേത്ലഹേമിൽ വരുവാൻ. അപ്പൊ ക്രിസ്മസ് കാലങ്ങളിൽ ഈ വിദ്വാൻമാരും നക്ഷത്രവും എന്നൊക്കെ പറയുമ്പോൾ യേശുവിന് 2 വയസ്സോളം ഉണ്ട്. അതിന്റെ കാരണം ഞാൻ പറയാം. 11-ാം വാക്യം, ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയുടെ കൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. അപ്പോൾ വിദ്വാൻമാർ കാലിത്തൊഴുത്തിലല്ല, വീട്ടിൽ ചെന്നാണ് പോയി ആരാധിക്കുന്നത്. അതുപോലെ തന്നെ വാക്യം 16, വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹേരോദാവ് കണ്ട് വളരെ കോപിച്ച് വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിപ്പിച്ചു. അപ്പോൾ ഈ വിദ്വാൻമാർ ഇവിടെ വന്നപ്പോൾ 2 വർഷം എടുത്തു. അതാണ് ഒരു കുഴപ്പം. വിദ്വാൻമാർക്കും സാധാരണക്കാർക്കും ഉള്ളൊരു കുഴപ്പം, അവൻ രക്ഷയിലേക്ക് വരാൻ ശലം പിടിക്കും. പാവപ്പെട്ടവൻ ഇത് കേട്ടാൽ ഓടി വരും. നമ്മളൊക്കെ പാവപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് എളുപ്പം നീ കർത്താവിനെ സ്വീകരിക്കാൻ ഇടയായി. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ഇവൻ 2 വർഷം പിടിച്ചാണ് വന്നത്. പിന്നെ വിദ്വാൻമാർക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഈ നക്ഷത്രം കാണിച്ചാലും ഇവരധികം ആരോടൊന്നും ചോദിക്കുകയല്ലോ. വിദ്വാൻമാർ അങ്ങനെ ചോദിക്കുകയൊന്നുമില്ല. അവരിങ്ങനെ അവരോട് ആൾക്കാർ ചോദിക്കണമെന്നുള്ള നിലയിലാണ്. അവർ ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ കാര്യം ഇത്ര അബദ്ധം വരികയായിരുന്നു. അപ്പൊ അവർ കണക്കൂട്ടി, രാജാവ് ജനിക്കുന്ന എവിടെയാണ്? ആ കൊട്ടാരത്തിലാണ്. അതുകൊണ്ട് നേരെ ചെന്ന് ചാടിയത്. വിദ്വാൻമാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അവിടെ ചാടികൊണ്ടാണ് പാവപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങൾ മരിക്കേണ്ടതായിട്ട് വന്നത്. അങ്ങനെയും ഒരു പ്രശ്നം ഉണ്ട് വിദ്വാൻമാർക്ക്. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും ദൈവം നമുക്ക് ബുദ്ധിയോ ജ്ഞാനമോ കഴിവോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകളിൽ അത് ഉപയോഗിക്കുകയും ആത്മീയ കാര്യങ്ങളിലും സഭയിലും ഒന്നും അത് ഇറക്കാതെ ആ കൃപ കൊടുത്ത ദൈവദാസന്മാർ പറയുന്ന കേട്ട് നിൽക്കുന്നതാണ് എപ്പോഴും അനുഗ്രഹമായ കാര്യം. ഒന്ന് കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് സംഭവിക്കാതിരുന്ന നെബൂഖദ്നേസറിന് എന്താ സംഭവിച്ചത്? ദാനിയേൽ പ്രവാചകനെ വിളിച്ച് വ്യാഖ്യാനിച്ച് പുള്ളി ആ സ്വപ്നമെല്ലാം കണ്ടു കഴിഞ്ഞപ്പം പുള്ളി എളുപ്പം അങ്ങ് ഭക്തനായി. പിന്നെ ദാനിയേലിനെ കൂട്ടാതെ തന്നെ ഇനി കളിമണ്ണും ഇരുമ്പും സ്വർണവും ഉള്ള ബിംബമൊന്നും വേണ്ട, മുഴുവൻ സ്വർണ്ണമാകട്ടെ എന്ന് പറഞ്ഞ പുള്ളി ഒരു ആരാധന അങ്ങ് തുടങ്ങി അവിടെ. അതുപോലെ സംഭവിക്കാതെ അന്നേരവും ദാനിയേലിനോട് ചോദിച്ചിരുന്നെങ്കിൽ പുള്ളി പറഞ്ഞേനം ഇത് അബദ്ധമായി പണി ചെയ്യരുത്, അതിനുള്ള കൃപ നിനക്കിപ്പോൾ ഇല്ല, നീ അങ്ങനെ അത്ര ആരാധന ഇപ്പം നടത്തണ്ട, നീ ഇത് പഠിക്കാൻ പറഞ്ഞേനം. അതവൻ ചെയ്തുകൊണ്ട് പിന്നെ ചന്ദ്രക്കും മേഷക്കും ഒക്കെ പോയ ചരിത്രം നമുക്ക്. ഇതൊരു വലിയ മർമ്മമാണ്. എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ദൈവം ലഭിച്ച ഭാഗ്യം, വൃദ്ധരായ പ്രായമുള്ള എന്നെ ശാസിക്കുന്ന അനവധി ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. അപ്പൊ അവിടെ വന്ന് നല്ല പുള്ളിയോടാ ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി ഈ അടുത്ത നൂറ്റാണ്ട് എങ്ങും ഇറങ്ങാൻ പുള്ളിക്ക് പ്ലാനില്ലാതെ മരിക്കുകയെന്ന് പോലും ധരിച്ച് ഭരണക്കസേരയിൽ പിടിച്ചള്ളി തൂങ്ങിയിരിക്കുന്ന ആളിനോടാ പറഞ്ഞത്, നിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ജനിച്ചിരിക്കുന്നു എവിടാണെന്ന്. പുള്ളി കേട്ട് ഞെട്ടിപ്പോയി, ഭയന്നു പോയി. പക്ഷേ അയാൾ പുറത്ത് കാണിച്ചില്ല. മിടുക്കനാണ് ഹെരോദാവ്. ഒരു ഹെരോദാവിനെ കുറുക്കനെന്ന് കർത്താവ് വിളിച്ചിട്ടുണ്ട്. ഹെരോദാവ് ഒത്തിരി ഉണ്ട് കേട്ടോ, അത് അവരുടെ പേഴ്സണൽ പേരല്ല. അപ്പോൾ ഇനി ഇത് വിശദീകരിച്ച് പോയാൽ ഒത്തിരി സമയം പോകും, ഞാൻ നിർത്താൻ പോവുകയാണ്. ഉടനെ ഹെരോദാവ് വിദ്വാൻമാർ ചോദിച്ച ഉടനെ തന്നെ പുരോഹിതന്മാരെയും
വേദശാസ്ത്രികളെ വിളിച്ചു വരുത്തി. അവര് അന്ന് ഈ ബൈബിൾ ഇങ്ങനെ അധ്യായമായിട്ടൊന്നും എഴുതിയിട്ടില്ല, പുതിയ നിയമം എഴുതിയിട്ടില്ല, ചുരുളുകളാണ്. അവരെ വിളിച്ച് ചോദിച്ചു, മശിഹ എവിടെയാണ് ജനിക്കുന്നത്? അവരെളുപ്പം മീകാ പ്രവചനം 5:2 വായിച്ചു കേൾപ്പിക്കുകയാണ്. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്. ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നത് എന്നവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. 6 യഹൂദാ ദേശത്തിലെ ബേത്ലഹേമേ, യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. ഇവിടെ ഒരു പണി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നിങ്ങൾ മീക 5:2 വായിക്കണം. അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ യഹൂദ പ്രഭുക്കന്മാരിൽ ചെറുതാണെങ്കിലും എന്നാ. എന്നിട്ട് ഈ ശാസ്ത്രിമാരെന്താ ഈ പണി? ചെറുതാണെന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്ന പുള്ളിക്ക് സൂഹിക്കുകയല്ല. ഹേരോദാവ് അയാളുടെതെല്ലാം വലുതാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അതിവർക്കറിയാം, വായനക്കാർക്ക്. അതുകൊണ്ട് സുഖിപ്പിക്കാനായിട്ട് ഒരു ഭാഗം വിട്ടുമാറിയതാണ്. അതുകൊണ്ട് ഈ വായനക്കാരെ നിങ്ങൾ നോക്കിയേ, അവരൊരുത്തിനും 5 മൈലേ ഉള്ളൂ അവിടുന്ന് ഈ യേശു ജനിച്ച സ്ഥലത്തേക്ക്. ഇത് വായിച്ചു കേൾപ്പിച്ചിട്ട് ഇവന്മാരാരെങ്കിലും പോയോ? ഈ വായന കൊണ്ട് വല്ല ഗുണമുണ്ടായോ? വായിക്കും തന്നെ സൗകര്യത്തിന് തിരുത്തുകയാണ്. തങ്ങളുടെ അനാചാരങ്ങൾ കൊണ്ടുവരാൻ ചിലർ കയറിപ്പറയും, ബൈബിൾ അല്ല പ്രാധാന്യം, പാരമ്പര്യമാണെന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മൾ കേട്ടിട്ടില്ലേ? കർത്താവിന്റെ തിരുവചനത്തെ ചെറുതാക്കി. എന്താണ് ദൈവത്തിന്റെ വചനം? ആകാശം മാറിയാലും ഭൂമി മാറിയാലും അതിന്റെ വള്ളിയോ പുള്ളിയോ മാറുകയില്ല. നീ അതിനോട് കൂട്ടരുത്, നീ അതിനോട് കുറയ്ക്കരുത് എന്നരുളി ചെയ്ത ദൈവത്തിന്റെ കൽപ്പനകൾ തങ്ങളുടെ ആരാധന രീതികളും ഒക്കെ ഉറപ്പിക്കേണ്ടതിന് ബൈബിൾ പിന്നെയല്ലേ വന്നത്. ഈ അടുത്ത സമയത്ത് ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടു, ബൈബിൾ പിന്നെയാണ് വന്നത്, സഭയാണ് ആദ്യമായി ഉണ്ടായത്. എൻ്റെ നാട്ടുകാരനായ ഒരാളാണ് പ്രസംഗിച്ചത്. അയാളുടെ മതവും സഭയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളി അല്പം ഫലിതമൊക്കെ പറയുന്ന ഒരാളാണ്. ഒരു പ്രത്യേക പേരിലാണ് പുള്ളിയെ അറിയുന്നത്. പ്രത്യേക നിറമൊക്കെയാണ് പുള്ളിയുടെ വസ്ത്രത്തിനുള്ളത്. പേര് പറയാൻ, ഞങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് ഞങ്ങളുടെ നാടിന് നാണക്കേട് വരാതിരിക്കാൻ ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ അദ്ദേഹം ഈയിടെ കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുക, ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഈ ക്ഷീണം വരുന്ന സമയത്ത്, ഉറങ്ങാൻ തോന്നുന്ന സമയത്ത് ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യം ഞാൻ കേൾക്കുന്നത്. അപ്പൊ എൻ്റെ ഉറക്കമൊക്കെ ഒന്ന് മാറി ഒന്ന് ഉഷാറാകും. അപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ബൈബിൾ എപ്പോഴാണ് ഉണ്ടായത്? ഈശോ ജനിച്ചപ്പോൾ പുതിയ നിയമമുണ്ടോ? പത്രോസ് പ്രസംഗിച്ചപ്പോൾ പുതിയ നിയമമുണ്ടോ? അതൊക്കെ പിന്നീടല്ലേ വന്ന്, സഭയുണ്ടായിട്ടല്ലേ വന്ന്. പിന്നെയും ഞാൻ ഓർത്തു, ദൈവമേ, ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചു വെച്ചിട്ട് ഈ ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തി നിനക്ക് സ്തോത്രം എന്ന് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. എൻ്റെ പ്രിയ സ്നേഹിത, ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ അന്ന് യേശുവിൻ്റെ കയ്യിലുണ്ട്, അപ്പോസ്തലന്മാരുടെ കയ്യിലുണ്ട്. അതിൽ നിന്നാണ് അവർ പ്രസംഗിച്ചത്, അതിൽ നിന്നാണ് പ്രസംഗിച്ചത്. ദൈവത്തിന്റെ വചനമാണ്. യേശുവിന്റെ ക്രൂശ് മരണം അതിൽ നിന്നാണ് തെളിയിച്ചത്. സ്നാന ശുശ്രൂഷ നടത്തിയത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വ്യാഖ്യാനിച്ച് കേൾപ്പിച്ചിട്ടാണ് ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയത്. പഴയ നിയമത്തിന്റെ വ്യാഖ്യാനമാണ് പുതിയ നിയമം. സ്തോത്രം. പഴയ നിയമത്തിനകത്ത് പുതിയ നിയമമുണ്ട്. അതെനിക്ക് നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ദൈവം വ്യാഖ്യാനിച്ചു തന്നു. അപ്പോസ്തലന്മാർക്ക് അത് മനസ്സിലാക്കാനായി കഴിഞ്ഞു. ദൈവത്തിന്റെ വചനത്തിന് മുൻപൊന്നുമല്ല സഭയുണ്ടായത്. നിന്റെ കള്ള പാരമ്പര്യങ്ങളെ സ്ഥാപിക്കാനായിട്ട് ഈ വചനത്തെ കൊട്ടിമാട്ടരുത്, ഈ വിദ്വാൻമാർ ചെയ്തതുപോലെ. ഇപ്പോൾ ഈ പുരോഹിതന്മാരും ഈ വിദ്വാൻമാരും എന്താണ് ചെയ്തത്? കർത്താവിന്റെ വചനം അന്നേ കൊട്ടിമാട്ടി വായിക്കുകയാണ്. യഹൂദയിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ട് വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണ്. അങ്ങനെ വ്യാഖ്യാനമെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഇവരാരും പോയില്ല, ഹെരോദാവും പോയില്ല,
ഹെരോദ വേറെ പ്ലാനിൽ പോയി, വായിച്ചവർ വേറെ പ്ലാനിൽ പോയി. നക്ഷത്രം കണ്ടതുകൊണ്ട് അവരത്യന്തം സന്തോഷിച്ചു. ഇത് കള്ളുഷാപ്പിലെ നക്ഷത്രമല്ല, യേശുവിലേക്ക് നയിക്കുന്ന നക്ഷത്രമാണ്. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തമായ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് ചാരായ ഷാപ്പിലേക്കുള്ള നക്ഷത്രമല്ല, യേശുവിലേക്ക് നയിക്കുന്ന നക്ഷത്രമാണ്. ഇവിടെ ഈ ടീം യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് നടക്കുകയാണ്. അവർ നക്ഷത്രങ്ങളാണ്. ബൈബിൾ പറയുന്നത് പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളായിട്ട് എന്നും എന്നേക്കും അവർ യേശുവിന്റെ അടുക്കൽ വന്നു. നാം വായിക്കുകയാണ്, അവിടെ മറിയയുണ്ട്, യോസഫുണ്ട്, വീട്ടിൽ പലരുമുണ്ട്. വീണ് യേശുവിനെ നമസ്കരിച്ചു. ആരാധന യേശുവിനുള്ളതാണ്. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരെയും ആദരിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം, പക്ഷെ ആരാധന ദൈവത്തിനുള്ളതാണ്. കരമടിച്ച് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സമാധാനം വേണമോ? ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവപ്രസാദമുള്ള ആരാധന നടത്തണം. അതവിടെ പിന്നെ അവനെ വീണ് നമസ്കരിച്ചു. അതിനുവേണ്ടി എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് അവസരം നൽകിയ ബഹുമാന്യ ദൈവദാസന്മാർക്ക് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.